SFI ABVP സംഘർഷം. എന്താ രാമേന്ദ്ര പ്രശ്നം? SFI ക്രിമിനൽ സംഘത്തിന്റെ മറ്റൊരു തോന്നിവാസമാണിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മു, എന്താ പ്രശ്നം? കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ വോട്ട് തേടിയെത്തിയ ജി കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞു. അയ്യന്റെ മോനെ, ഞങ്ങളടുത്ത് ആലോചിക്കാതെ ഞങ്ങളുടെ 3 യൂണിയൻ മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് ഒരാളത്തും വിളിച്ച് പറയോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പറയോ ഒന്നും ചെയ്തു. സംഘർഷം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ. അവനിപ്പോ എന്താ നിന്നെ കുറിച്ച് പറഞ്ഞു? ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ. ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. ഇതിനകത്ത് SFIക്കാരോട് എനിക്ക് ദേഷ്യമുണ്ടോ? ഇല്ല. KSUക്കാരോടോ? ഇല്ല. കാരണം എന്റെ മക്കൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു പോലും എനിക്കറിയില്ല. ഒന്ന്, ഈ വോട്ട് ചോദിക്കാൻ എത്തുന്ന ആളെ എന്തിനാണ് തടയുന്നത്? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറുക എന്നുള്ളത് പതിവാണ്. അതിന്റെ പേരിൽ എന്തിനാണ് തടയുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങളുടെ അടുത്ത് ഒരു വാക്കും പറയാതെ അവരുടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവരിവിടെ ഒരു മാതിരി ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. നീ ഇത്ര മണ്ടറായി പോയല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം ആരാ മണ്ടനെന്ന്. കൃഷ്ണകുമാർ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്. പിന്നെ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുമ്പം വേറെ ആണല്ലോ. അതെനിക്ക് അറിഞ്ഞൂടെ. ഇവിടുന്ന് ഭയമുണ്ടാക്കി നമ്മളെ ഓടിക്കാന്ന് ആരും കരുതേണ്ട. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. SFI പ്രവർത്തകർ പറയുന്നത് ഈ ക്യാമ്പസിനകത്തുള്ള ഒരു പരിപാടി ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് എന്തിനു ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം? അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്. ഇവിടെ മുകേഷ് എന്ന് പറയുന്ന ഒരാൾ വന്നായിരുന്നു. അയാള് നമ്മുടെ ആർട്സിന്റെ സമ്മാനദാനം ചെയ്തിട്ടാണ് പോയത്. SFI മക്കളോട് പറയാം, എവിടെയോ കിടക്കുന്ന ചെകുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു, ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു. ഇത് എവിടത്തെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ. തൊട്ടു മുൻപ് ഇവിടെ വന്ന് മുകേഷും ശ്രീ പ്രേമേന്ദ്രൻജി എല്ലാവരും വന്ന് ഇവിടെ വോട്ട് ചോദിച്ചു പോയിരിക്കുകയാണ്. വോട്ടടാ സാരമില്ല. പക്ഷെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് SFIയുടെ വിദ്യാർത്ഥികൾ കുറുകെ നിന്നിട്ട് കൃഷ്ണകുമാറിനെ ഈ കോളേജിലേക്ക് പ്രവേശനമില്ല, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കുക മക്കളെ. പോയിന്റ്. ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല. വോട്ട് ചോദിക്കാൻ പാടില്ല നിയമമുണ്ടോ? ഇല്ല. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ഇവിടുത്തെ മറ്റ് 2 സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ABVPക്കാർ തടഞ്ഞിട്ടുണ്ടോ? ഇതേപോലെ കോളേജിൽ MA വരെ പഠിച്ചത്. ഇതിനും വലിയ സംഘർഷം കണ്ടിട്ടുണ്ട്. അന്ന് പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഇന്ന് പേടിക്കാൻ പോകുന്നത്. ഇവിടെ BJPക്ക് ഒരു അട്ടിമറി വിജയത്തിന് സാധ്യത മുന്നിൽ കണ്ടപ്പോൾ ഇത്തരം അക്രമം അഴിച്ചുവിടുക, ഇത് തടയേണ്ടത് കേരള സർക്കാരാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? നിങ്ങളുടെ മാതാപിതാക്കളും കഷ്ടവും ദുരിതവും അനുഭവിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? ഇന്നിവിടെ പരിക്കേറ്റവിൽ SFIക്കാർ കാണും, KSU കാണും, BJPയും കാണും, ABVPയും കാണും. മക്കളെ, നിങ്ങൾക്കെല്ലാം നല്ല ഭാവി വരണം. എനിക്ക് വയ്യ. ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം.